വെള്ളപ്പൊക്കം കാരണമുള്ള ദുരിതം തുടരവേ വീണ്ടും ചർച്ചയാവുകയാണ് തോട്ടപ്പള്ളിയിലെ പൊഴിമുഖം. പൊഴിമുഖം വെള്ളപ്പൊക്കങ്ങളിൽ തുറന്നുവിടാനുള്ള മണൽത്തിട്ടകൾ മാത്രമല്ല, ഒരു സംരക്ഷണ ഭിത്തി കൂടിയാണ്. അമ്പലപ്പുഴയിലെയും തോട്ടപ്പള്ളിയിലെയും മത്സ്യബന്ധന തൊഴിലാളികളായ സാധാരണക്കാർക്ക് കൂടി ചിലത് പറയാനുണ്ട്. തോട്ടപ്പള്ളിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴക്കാലത്ത് കുട്ടനാടിൽ കിഴക്കൻ വെള്ളം വന്നു നിറയുമ്പോൾ കുട്ടനാടിന്റെ പല പ്രദേശങ്ങളും വെള്ളത്തിലകപ്പെടുന്ന, ചുറ്റപ്പെടുന്ന ദ്വീപ് പോലെ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോഴെല്ലാം പറഞ്ഞു കേൾക്കുന്ന പേരാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അവിടെ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. ഏതായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് ജനപ്രതിനിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെയുള്ള തർക്ക വിതർക്കങ്ങൾ നടക്കുമ്പോഴും പ്രാദേശികരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രായോഗികമായിട്ടുള്ള അവരുടെ ഇത്രേ കാലത്തെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് അത് പറയാനുള്ളത്. ചേട്ടാ, ഇപ്പോൾ നടക്കുന്ന ഈ നടപടികൾ അത് ശാസ്ത്രീയമാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇത് ശാസ്ത്രീയമല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ ഇപ്പുറം മുതൽ വെള്ളമില്ല. ഈ ഇത്തരം അരയുടെ താഴെ വശമുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ രണ്ട് സൈഡും ഈ ആഴം കൂട്ടിക്കൊണ്ട് ആ മണൽ കൊണ്ടുപോകാതെ രണ്ട് കരയിൽ വിട്ട് ഫ്ലാറ്റ് കെട്ടി സംരക്ഷിക്കുക. അപ്പം എന്നിട്ട് വർഷാവർഷം അവിടെ കോരി വൃത്തിയാക്കി എപ്പോഴും ഇത് തുറസായിട്ട് കിടക്കണം. അല്ലെന്നൊരിൽ ഇതുപോലെ വെള്ളം വരുമ്പോൾ ശക്തി കുറയും. കിടക്കുന്ന വരുന്ന വെള്ളം ശക്തിക്ക് ഒഴുകണമെങ്കിൽ ഇവിടെ താഴ്ച വേണം. വെള്ളത്തിന് താഴ്ചയില്ല, താഴ്ച കുറവ്. ഇവിടെ മൊത്തം താഴ്ചയില്ല. അല്ല, പടിഞ്ഞാറ് വശം കൊണ്ട് മാത്രമല്ല, ഇത് വഴി അടഞ്ഞു കഴിഞ്ഞാലും തുറന്നു വിടുമ്പോഴത്തേക്ക് വെള്ളം ശക്തമായിട്ട് ഒഴുകി അങ്ങ് പോകും. അപ്പോൾ രണ്ട് സൈഡിലൂടെ ആ മണ്ണങ്ങ് മാറിയിട്ട് ആളങ്ങ് പടിഞ്ഞാട്ട് പോകത്തുള്ളൂ, കിഴക്കോട്ട് പോകത്തില്ല മണ്ണ്. ഈ മണൽ, ഇതിനകത്ത് കിടക്കുന്ന മണൽ കോരി സംരക്ഷിക്കണം. ഇത് അപ്പം രണ്ട് കര കൊണ്ടുപോകല്ലേ ചെയ്യേണ്ടത്. അത് രണ്ട് കരയിലും ആയിട്ട് വേണമെങ്കിൽ ഫ്ലാറ്റ് കെട്ടിയോ അല്ലാതെ അത് സംരക്ഷിക്കുക. ഈ പടിഞ്ഞാട്ട് തിരിയുന്ന വശത്താണ് ഏറ്റവും കൂടുതൽ മണൽ കിടക്കുന്നത്. അവിടെ അപ്പുറത്തെ റെജർ വെച്ച് അടിക്കുന്നുണ്ട്. പക്ഷേ ആ അടി പോരാ. വലിയ റെജറിട്ട് അടിച്ചെങ്കിൽ ആ മണ്ണ് അവിടുന്ന് പോകത്തുള്ളൂ. ആ മണലാണ് ഇവിടെ വരുന്നത്. അവിടെ അടിക്കുമ്പോൾ മണ്ണ് ഇളകുക, ആ ഇളകുന്ന മണൽ ഇപ്പുറത്ത് വരിക. അങ്ങനെയാണ് ഇവിടെ മൊത്തം പൊങ്ങി. ഈ പ്രളയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പൊഴി മുറിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ശരിക്കും ഈ പൊഴി മുറിക്കുകയാണ് വേണ്ടത്. ഈ മണ്ണ് ഒരിടത്തു നിന്ന് കൊണ്ടുപോകുമ്പം വേറൊരു സ്ഥലം ഇടിഞ്ഞ് താഴ്ന്നിട്ടാണ് ഈ മണ്ണ് ഇവിടെ വന്ന് വീഴുന്നത്. ഇവിടെ വന്ന് വീഴുന്ന മണ്ണിൽ അത് ഇവർ കോരി അങ്ങ് കൊണ്ടുപോവുക. ഇവിടെ മണ്ണ് കിടന്നിരുന്നാൽ പൊഴി മുറിയുമ്പോൾ ആ മണ്ണ് ആ ഭാഗത്ത് തന്നെ ചെല്ലും. അതാരും നോക്കുന്നില്ല. അവിടെ നിന്ന് കയറുന്ന മണ്ണാകുമ്പോൾ ഇത് കോരി അങ്ങ് കൊണ്ടുപോയി വിറ്റ് കാശ് വാങ്ങിക്കുക. അതല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ അഴിമുഖമല്ല ഈ മണൽ നീക്കേണ്ടത്. അഴിയിലേക്ക് വരുന്ന എല്ലാ ചാലുകളും തോടുകളും അതോടെ പാലങ്ങളിലെല്ലാം ഇപ്പം ഈ തോട്ടപ്പള്ളി പാലം തന്നെ നിങ്ങൾക്ക് കാണാം. എന്തോരം വേസ്റ്റുകൾ അടിഞ്ഞുകൂടും. ഒരു ചെറിയൊരു കടകൾ, ഒരു പായൽക്കൂട്ടം വന്നാൽ പോലും വെള്ളം പിന്നെ വരികയില്ല, അടഞ്ഞു നിൽക്കുകയാണ്. പൊഴി എന്നത് ഒരു ഈ അത്യാഹിതം സംഭവിക്കുമ്പോൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു സംരക്ഷണത്തിന് വേണ്ടി കൂടി ഉള്ളതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കടൽത്തീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറെക്കാലം കടലുമായും ഈ പ്രളയവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ അനുഭവ പരിചയമുള്ള ഈ സാധാരണക്കാരായ മനുഷ്യൻ. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.